വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായ ചുമതലയേറ്റു. ഇന്ന് വളരെയധികം കൗതുകകരമായിട്ടുള്ള ചില വാർത്തകളൊക്കെ നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. കൗതുകം എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഹൃദയസ്പൃക്കാവുന്ന ചില കാര്യങ്ങളാണ്. ഒരുപക്ഷെ അതൊക്കെ ഒരു നാടകമാണോ എന്നറിയില്ല. നമുക്ക് അറിയാം, ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ അറിഞ്ഞ ഒരു അമ്മാളും അമ്മ 10,000-കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്നും ഏഷ്യാനെറ്റ് ഒരു പറവൂർക്കാരിയായിട്ടുള്ള അമ്മാളും അമ്മയെ കണ്ടെത്തുകയും മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാണാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ട് ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വി.ഡി. സതീശൻ അത് അറിയുകയും അമ്മാളും അമ്മയെ വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും കെട്ടിപ്പിടിക്കുകയും അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളുണ്ടായി. നമ്മൾ ചിന്തിക്കേണ്ടത് എന്തായിരുന്നാലും നാടകമായിരുന്നെങ്കിൽ തന്നെ ആബാലവൃദ്ധ ഞങ്ങൾക്കും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവമാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ മന്ത്രിസഭയുടെ തീരുമാനങ്ങളൊക്കെ, അതായത് ആദ്യ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ വളരെ കൗതുകകരമായിട്ട് അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നാണ്. വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി ആരംഭിക്കുന്നത്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇതൊരു വികസിത രാജ്യങ്ങളിലൊക്കെ വളരെയധികം പ്രാധാന്യത്തോടുകൂടി തന്നെ കൊടുക്കുന്നൊരു സംഗതിയാണ് വയോജനങ്ങളെ പരിപാലിക്കുക എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞതും ജപ്പാൻ്റെ മാതൃകയിലേക്കൊക്കെ അതിനെ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കുന്നതിലും വി.ഡി. സതീശന് എല്ലാവിധ ആശംസകൾ നൽകുകയാണ്. അപ്പം അതോടൊപ്പം തന്നെ അമ്മാളും അമ്മയെ നമുക്കൊന്ന് കണ്ടു. പ്രതിജ്ഞയ്ക്കെത്തിയ ആയിരക്കണക്കിന് സാധാരണക്കാരുടെ പ്രതിനിധിയായി അമ്മാളും അമ്മ പ്രളയകാലത്ത് സഹായിച്ച വി.ഡി. സതീശന്റെ അധികാര പ്രവേശം കാണാനെത്തിയത് പറവൂരിൽ നിന്ന്. സതീശനിട്ട പേര അമ്മാളും അമ്മ. ഹൃദയം വന്നപ്പോ എല്ലാരും കൂടെ പെരുമണ്ണ സ്കൂളിലേക്ക് കൊണ്ടുപോയി. സതീശൻ വരില്ല, അമ്മയുണ്ടോ ഇതിനകത്ത്? അയ്യോ, മക്കളെ കണ്ടു എത്ര എണ്ണമാണ്. അമ്മ പേടിക്കണ്ട, അമ്മ ഞാനില്ല നിങ്ങളുടെ കൂടെ, പിന്നെ എന്തിനാ പേടിക്കണേ? ഇരിപ്പിടം കിട്ടാതെ കാത്തുനിന്ന അമ്മാളും അമ്മയെ ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ വേദിയിലേക്ക് ക്ഷണിച്ചിരുത്തി മുഖ്യമന്ത്രി.